സത്യം പറഞ്ഞാൽ എത്ര ദിവസം ട്രിപ്പാണെന്നൊന്നും ഒരു പ്ലാനിങ്ങും ഇല്ല. ഇവിടുന്ന് പോകുന്ന ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് വരാൻ വേണ്ടി ടിക്കറ്റേ ബുക്ക് ചെയ്തിട്ടില്ല. 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവർ വേണം ബില്ല് കൊടുക്കാൻ. 5 മിനിറ്റ് ചലഞ്ചാണ്. കൊച്ചിന് എന്തെങ്കിലും വേണോ? എനിക്ക് പാവാട. അടിപൊളി, സൂപ്പർ കേട്ടോ. കൊള്ളാം, വലുതമ്മ. എല്ലാവിധ ഷോപ്പിങ്ങുകളും ഇതോടെ അവസാനിക്കും. ഓ എന്റെ മോളെ വിഷയം. ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ ഹണിമൂൺ ഷോപ്പിങ്ങിന്റെ പാർട്ട് 2 ആണ്. ഞാനും കൊച്ചു ഒരു തകർത്ത് ഷോപ്പ് ചെയ്തൊരു വീഡിയോ. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അമ്മയ്ക്കും മൃദുലയ്ക്കും, അന്ന് മൃദുല ഭയങ്കര സാഡായിരുന്നു. നമുക്കൊന്നും എടുക്കണമെന്നൊന്നുമില്ല, ഒരുപാട് ഉണ്ടല്ലോ ഡ്രസ്സൊക്കെ. അത് നിങ്ങൾക്ക് ഒരുപാട് പഴയതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് എടുത്തല്ലോ അടിടാ. വേണമെന്നില്ല, ഞാൻ അങ്ങനെ പറയൂ. അപ്പൊ ഗൈസ്, ഇന്ന് അമ്മയ്ക്കും മൃദുലേക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ നേരെ വിടാൻ വേണ്ടി പോവാണ്. എത്ര ദിവസം ട്രിപ്പാണെന്നൊന്നും ഒരു പ്ലാനിങ്ങും ഇല്ല. ഇവിടുന്ന് പോകുന്ന ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് വരാൻ വേണ്ടി ടിക്കറ്റേ ബുക്ക് ചെയ്തിട്ടില്ല. കാരണം അവിടെ പോയിട്ട് അമ്മ മെയിനായിട്ട് അവിടെ കൊണ്ട് കളയാനാണ് പോകുന്നത്. പൂച്ചക്കുട്ടിയൊക്കെ ചാക്കി കയറ്റി കണ്ടുവിട്ട് കളയല്ലോ. അവിടെ വെച്ച് കാണാതെ നിങ്ങൾ ചോദിക്കാം, അത് നീ പറഞ്ഞില്ലേ? അല്ല, അമ്മയ്ക്ക് അവിടുത്തെ ഭാഷ അറിഞ്ഞില്ല. ബുക്കാറോ അല്ല ഗാവെന്ന് വെച്ചാൽ പോലും തിന്നാൻ പോലും. നിങ്ങൾ വേറൊരു കോമഡി എന്ന് പറയുന്നത്, കാശ്മീര് അവിടെ ഉള്ളവർക്ക് കാശ്മീര് മാത്രമേ അറിയൂ, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല. നോ എന്ന് പറഞ്ഞ പോലും അറിയാത്ത ആൾക്കാരാണെന്ന് അവിടെ. നമുക്കാണെങ്കിൽ ഇതൊന്നും അറിയത്തില്ല ഭാഷ. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, കൊട്ട മലയാളം മാത്രം. അമ്മയ്ക്കും മൃദുലേക്കും ജാക്കറ്റ്, ഗ്ലൗസ്, എനിക്കും കൊച്ചിനും വാട്ടർ പ്രൂഫ് ഗ്ലൗസ്, മറ്റേ ഫിംഗർ പ്രിന്റ് ഒക്കെ ഉള്ള ഫോണൊക്കെ സ്വൈപ്പ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അതും കൂടി കാണിക്കാം കേട്ടോ. ഇല്ലേ, വീട്ടിൽ വന്നിട്ട് നമുക്ക് അതും കൂടി കാണിച്ചു തരാം. അപ്പൊ ഇറങ്ങുമല്ലേ? എന്റെ കൂടെ ആലോചിക്കണേ, എനിക്ക് പ്രത്യേകിച്ച് പേഴ്സൊക്കെ എടുത്തടാ, ഇന്നേക്കൊരു വലി. ഇപ്പൊ നമ്മൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം കൊച്ചുവിന് വിശക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും എനിക്ക് വേണ്ട, കുഴപ്പമില്ല, ഇവരായത് കഴിഞ്ഞിട്ട് മതി. നന്ദിയൊക്കെ ഒന്നും വേണം. നീ നന്ദിയൊക്കെ ഒന്നും വേണമെന്ന്. ഷോപ്പിങ്ങിന് വന്നതാ ഫസ്റ്റ്. അവനെ വിശപ്പ്. ഈ മധുരമൊക്കെ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം അല്ലേ? എനിക്കും അമ്മയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആണ് കഴിച്ചത്. നമുക്കങ്ങനെ ഈ മധുരമായിട്ടുള്ള ഐറ്റം, കേക്ക്, അങ്ങനത്തെ ഐറ്റം ഒക്കെ രണ്ടുപേർക്കും ഇഷ്ടം. പക്ഷെ എനിക്ക് അങ്ങനെ ഈ ചോക്ലേറ്റും കേക്കും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. കണ്ടുകൂടെങ്കിലും ഇതൊക്കെ ഇഷ്ടമാണ്. 5 മിനിറ്റേ ഉള്ളു, 5 മിനിറ്റ്. അതിന്റെ ഇടയ്ക്ക് വെച്ച് എടുക്കുന്നതൊക്കെ എടുത്താൽ മതി. അതിന് 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവർ വേണം ബില്ല് കൊടുക്കാൻ. 5 മിനിറ്റ് ചലഞ്ചാണ്. നോക്കി എടുത്താൽ മതി കേട്ടോ. കൊച്ചിന് എന്തെങ്കിലും വേണോ? എനിക്ക് പാവാട. പാവാടാണോ? എടീ, കൊച്ചിനൊരു പാവാട. ഉറക്ക പറയണോ? ഇതൊക്കെ വരുന്നൊരു സിൽക്ക് മോഡലാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഡയമണ്ട്സിന്റെ പോലത്തെ കോപ്പികളാണ്. ആണോ? ഡയമണ്ട്സ് അല്ല. ഇത് എവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്? കടയിൽ. ആക്ച്വലി ഇത് സ്റ്റോൺസ് ആണ്, ഇത് ആഫ്രിക്കൻ സ്റ്റോൺസ് ആണ്. സ്റ്റോൺസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അല്ലേ? അമ്മായിമ്മ മരുമോൾ ഇവിടെ തകർത്തോണ്ടിരിക്കുന്നു. പ്രസവിക്കാനൊക്കെ ആശുപത്രി കിടക്കൂലേ, അപ്പൊ ആവശ്യം വരും. സത്യമില്ലേ? എടാ, നിനക്കെങ്ങനെ ക്ലിയർ ആയിട്ട് അറിയാന്ന്? നിനക്കെങ്ങനെ ക്ലിയർ ആയിട്ട് അറിയാവുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട് പ്രസവം. ആണോ? എടി, അവൻ കണ്ടിട്ടുണ്ടോന്ന് പ്രസവം? യൂട്യൂബിലുണ്ട്. അവൻ ജനിച്ചു വന്നത് വള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ വെച്ച് ആണി അടിക്കണം. യു അവളടിച്ച കോമഡി ആയിരുന്നു. ചിരിക്കടാ, വിഷമമായി, ഫീൽ ആയടാ. നമുക്കൊന്ന് ചിരിക്കേ. 1 2 3 സ്റ്റാർട്ട്. മതിയോ? കൈ കൊട്ടണം. ഈ സാധനത്തിന്റെ വില കണ്ടാ 1270 രൂപ. അത് ഈ കൈയില്ലാത്ത തുണിക്ക്. സത്യത്തിൽ എന്തിനാ ചെയ്യേണ്ടടാ? പറയടാ. കൈ ഇല്ലാത്തതിന് വില കുറയ്ക്കണ്ടേ? കുറയ്ക്കാണ് വേണ്ടത്.
ഇത് കൈ വെട്ടിക്കളയുമ്പോൾ വില കൂടും. മാനേജറിനെ വിളി. അപ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഇന്ന് നോക്കണ ഗൈസ്, കിട്ടിയ എന്തെങ്കിലും. ടോപ്പിന്ന് മാറ്റി ജോർദാനിലെത്തി. ജോർദാനാ? അതൊരു സ്ഥലപ്പേര് കണക്കിരിക്കുന്നത്. ജോർജറ്റ്. അമ്മയ്ക്കൂടെ ഒരു ജെറ്റ്. അമ്മയ്ക്കൂടെ ഒരു ജെറ്റ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ, ഇതിന്റെ കാര്യമോ പാട്. പക്ഷെ ഇത് വേറൊരു കളറല്ലേ? ഇതാ നല്ലത്. അല്ല ഇതാ കുറച്ചുകൂടെ നല്ലത്. റെഡ് അല്ലേ? ഇങ്ങനെ ഷോപ്പിങ്ങിനെ കൊണ്ടുവരുന്ന ഒരു ബോറടിക്കുന്ന പരിപാടി അറിയില്ല ഗൈസ്. കൊച്ചിന് ഉറക്കം വരുത് കേട്ടോ. ആ അതും കൊള്ളാം. ഇതാകുമ്പോൾ ലോക്കറ്റൊക്കെ ഉണ്ടല്ലേ ഫ്രീ ആയിട്ട്. ലോക്കറ്റ് വാങ്ങണ്ട, ലോക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റൈലായിട്ടുള്ളതെന്ന് ഞാൻ ഇട്ട് കണ്ടിട്ടില്ല അങ്ങനെ അധികം. കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോവല്ലേ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതുകൊണ്ട് പറയാം, ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ വരുമ്പോൾ ഉറക്കം സമയം പോകുന്നത് അറിയത്തില്ല. സമയങ്ങളിൽ നമ്മൾ ഇവിടെ വന്നത് പെട്ടെന്ന് നമുക്ക് ഉറക്കം വരും. ആ അടിപൊളി, സൂപ്പർ കേട്ടോ, അടിപൊളി. ഇത് വലുതായോണ്ടോ? കൊള്ളാം, വലുതമ്മ. വലുതായിട്ടാ വേണ്ട, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന്റെ കുറച്ചുകൂടെ ചെറുതുണ്ടെങ്കിൽ ലാർജ് മതിയായിരിക്കും. എനിക്കിത് വേണ്ട. വരുന്നു. വള്ളിയാ? ഞാൻ പറയുന്ന കേട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഗായ്സ് കഴിഞ്ഞിട്ടില്ല ഗായ്സ്, നമ്മൾ ഇവിടെ വിശക്കുകയും ചെയ്യുന്ന 4 മണിയായി. ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂറായെന്ന് തോന്നി അകത്ത് കയറിയിട്ട്. തകർത്ത് അവിടെ ഷോപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ, ഒന്നും കഴിഞ്ഞിട്ടില്ല. നോക്കുന്ന പോലുമില്ല, നമ്മളെ നോക്കുന്ന. എവിടെ പോന്ന്? ട്രൈ ചെയ്തിട്ടാ? ട്രൈ ചെയ്ത് തീർന്നില്ലേ? അവിടെ ഇല്ല തുണി. ഇനി ഗോഡൌണിൽ കടയിലെ ചേച്ചിമാരെ നമ്മളെ ദയനീയ അവസ്ഥ കണ്ടിട്ട് 2 കസേരയൊക്കെ എടുത്തിട്ട് വന്ന് ഇരിക്കാൻ വേണ്ടിട്ട്. ബില്ലടിക്കുന്ന ആരാ ജയിക്കുന്നറിയാം. അവിടെയും കളി അതിന്. ഇപ്പൊ അറിയാം ആരാ ജയിക്കുന്നതെന്ന്. 2 ബക്കറ്റിൽ ഇട്ടേക്കണം. മൃദുലയുടെ വേറെ, അമ്മയുടെ വേറെ. അപ്പൊ 2-ൽ ആർക്കാണ് ഏറ്റവും ഒരു ബില്ല് ആവുന്നത് നോക്കാം. ആരെയായിരിക്കും? അമ്മയുടെ ആയിരിക്കും മിക്കവാറും. ആണോ? ചിലപ്പോ. ഞാൻ എവിളി ഓടി നടന്നപ്പോ കൊറേ എടുത്തിട്ടുണ്ട്, ഒന്നും എടുത്തില്ല. ബക്കറ്റ് ഒഴിയുമ്പോ അതി ഒന്നുമില്ല. അതെന്റെ. അപ്പൊ അവളെ കുറവ്. അമ്മ ജയിച്ച് പ്രാന്തെടുത്ത് ഇറങ്ങി ഓടി കേട്ടോ. എന്തൊരു താമസമാണ് ഗൈസ്. എത്ര മണിക്കൂറായെന്നറിയോ ഒരു കയറിയിട്ട്? 4 മണിക്കൂർ എന്തോ ആയി ഗൈസ്. ഉച്ചക്ക് രാവിലെ വന്ന് കയറിയതാണ്. ഇപ്പൊ സമയം എത്ര മണിന്ന് അറിയാമോ? രാവിലെ കയറിയതാണ് ഗൈസ്. ഇപ്പൊ 5 മണി ആവാറ ഗൈസ്. 5 മണി. എല്ലാം മനസ്സിൽ ഇഷ്ടപ്പെട്ടെടുത്താ? അത് മതി ഗൈസ്. ബാക്കി ഇനി നമുക്ക് കാശ്മീരിന്ന് വല്ലതും വാങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ്? ഇഷ്ടപ്പെട്ടല്ലേ അമ്മ? റേറ്റ് കൂടി 2 പേരിൽ ബില്ലില് മുന്നിട്ട് നിൽക്കുന്നത് അമ്മയാണ് സുഹൃത്തുക്കളെ. ആരെ ജയിക്കുന്നെന്ന് ഇപ്പൊ അറിയാം. നേരെ പോയി ഹോട്ടലിൽ പോയി ഫുഡ് അടിക്കും. അപ്പൊ നമ്മുടെ ഹണിമൂൺ ഷോപ്പിംഗ് അമ്മയുടെയും മൃദുലയുടെയും ഫുഡിലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ ഓരോന്നോരോന്നായിട്ട് കാണിച്ചോളൂ. അമ്മ എന്തൊക്കെയാണ് എടുത്തത്? ഈ ഒരു മഞ്ഞ ടോപ്പ് അമ്മയമ്മ മരുമോൾ ഒരേ കണക്കത്ത് എടുത്തിട്ടുണ്ട്. ഞാനും കൊച്ചു ഒരു കോംബോ ഡ്രസ് എടുത്തരാം. നിങ്ങൾ കണ്ട? അതും മഞ്ഞയാടാ. അത് ശരിയാ. ഇത് നമ്മുടെ ഇവിടെ സൈസ് വർക്കൊക്കെ ഉള്ള നല്ല ചേരുന്നുണ്ടോ. ഇത് അമ്മയ്ക്കും മൃദുലയ്ക്ക് നന്നായിട്ട് ചെയ്യും. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. മൃദുലയുടെ കാണിക്ക്. ഇതിൽ വ്യത്യാസമുണ്ട് കേട്ടോ, വർക്കിൽ വ്യത്യാസമുണ്ട്. പക്ഷെ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ. തൊട്ടൊക്കെ വെച്ചു. ചെസ്റ്റ് നമ്പർ 2 പോരട്ടെ. ഞാൻ വേറെ പറഞ്ഞില്ല. കൊണ്ട് കാണിച്ചപ്പോ കൊച്ചു കൊള്ളാം അമ്മ എടുത്തു. ഇത് നിങ്ങൾ ആൾറെഡി കണ്ടാണോ? നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോ ഇതും എടുത്തു കേട്ടോ. ഇതും കൊള്ളാം.
ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് വൺ, പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ലാസ്റ്റ് എടുത്തതാ കേട്ടോ. ലാസ്റ്റ് ഷാളും ഇത് കൊള്ളാം, നൈസ്. നല്ല മെറ്റീരിയൽ ആട്ടോ, ഇതെല്ലാം നല്ല മെറ്റീരിയൽ അത്യാവശ്യം. ഇത് കാണിച്ചില്ലല്ലോ, റെഡ് കാണിച്ചില്ല. ഇത് പാൻറ്റാ, ഇത് രണ്ടും പാൻറ്റാണോ? ഓക്കെ ഓക്കെ. അമ്മയുടെ ജാക്കറ്റ് ഒന്ന് ഇത് നമുക്ക് ട്രെയിനിലോ അത്യാവശ്യം നമ്മൾ റൂമുകളിൽ ഇടാൻ വേണ്ടിട്ട് ഇത് മതി. ഇതും പേരാ, രണ്ടുപേർക്കും ഉണ്ട്. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് നമുക്ക് റൂമുകളിൽ ഇടാൻ വേണ്ടിട്ട് ഇത് ഇട്ടാണത്. കാശ്മീർ പോകാനുള്ള നമ്മുടെ എല്ലാവിധ ഷോപ്പിങ്ങുകളും ഇതോടെ അവസാനിക്കും. ഓ എന്റെ മോളെ വിഷയം. നമ്മളിത് മാർക്കറ്റിൽ പോയി നോക്കിയപ്പോ നമുക്ക് ആ ഒരു ക്വാളിറ്റി അങ്ങോട്ട് കിട്ടിയില്ല. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചപ്പോ നല്ല. അമ്മ ഒരു വിരളിൽ തന്നെ 3-4 വിരൽ കയറ്റാതാ. ഒരു വിരല്, എടാ ഒരു വിരലില്ലടാ. ഇല്ല മറ്റേ CD മൂസിലെ ലയകളുണ്ടല്ലേ, വണ്ടി നമ്മൾ ഇറങ്ങി നിന്ന് തള്ളടാ. അല്ല വേറെ സീനുണ്ട് അതിനകത്ത്. മീൻ ഗ്ലൗ ഇട്ടിട്ട് മീൻ പിടിക്കും. അത് മൃദുലയുടെ ജാക്കറ്റ് കൂടി ഇട്. നെക്സ്റ്റ് ഐറ്റം ഇത്. മൃദുല കൈയില്ലാത്ത ചുരിദാർ അങ്ങനെ ഇടുന്നതല്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചു. ഇത് നല്ല നല്ല രസമുണ്ട്. ബ്ലൂ, ഇത് റെഡ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നൈസാണ്, കൊള്ളാം. ഇതും കണ്ടല്ലോ, എന്റെ ജാക്കറ്റിന് തൊപ്പിയുണ്ട്. നല്ല എടാ, തൊപ്പിയുള്ള നല്ലതാ. സെറ്റ് സെറ്റ്. ഓ ആ ഗ്ലൗസ് എന്തി? നിങ്ങളുടെ ഗ്ലൗസ് വെച്ച് ഫോണിൽ ഞോണ്ടാൻ പറ്റില്ല, പക്ഷേ ഞങ്ങളുടെ ഗ്ലൗസ് വെച്ച് ഞോണ്ട. അതെ, മഞ്ഞ തട്ട്. അതെന്തരാ ഇത്? പശുവിന്റെ അകിടി എഴുതുന്ന സത്യം പറഞ്ഞാലേ ഗൈസ് എനിക്ക് സങ്കടം വരുന്നുണ്ട്. കാരണം അവിടെ ചില മഞ്ഞാണോടി, മഞ്ഞില്ലെങ്കിൽ നമ്മള് മഞ്ഞ് കണ്ടിട്ടേ വരുന്നുള്ളൂ അവിടെ. ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വാങ്ങാനായിട്ടുള്ളത് വാട്ടർ പ്രൂഫ് ഷോക്സ്, തെർമലും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കൊരു ഷൂസും കൂടി എടുക്കണം, അത് നാളെ നമ്മൾ പോയി വാങ്ങും കേട്ടോ. ഇന്ന് സമയം കിട്ടിയില്ല അതിന്. അതുപോലെ അവിടെ നല്ല ഷോപ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി കാശ്മീർ പോയി പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അത്രേ ഉള്ളൂ. നല്ല ഹാപ്പി ആയിട്ട് ഈ വ്ളോഗ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇനി എന്നുള്ള ബൈ.